സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധം വേണം എന്നാണ് ഖുർആൻ പറയുന്നത്. വിശ്വാസികളുടെ സാമൂഹിക ജീവിതത്തിലെ ഉത്തരവാദിത്ത ബോധം അമാനത്താണ് എന്ന് കൂടി ഖുർആൻ പറയുന്നു. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ. അല്ലാഹു പറയാണ്, നിശ്ചയം അല്ലാഹു തആല അമാനത്തുകളെ അതിന്റെ അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ഏൽപ്പിച്ചു കൊടുക്കാനാണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അർഹരായ ആളുകളിലേക്ക് അമാനത്തുകൾ എത്തിച്ചു കൊടുക്കാനാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു നിങ്ങളോട് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയാണ് അധികാരികളാക്കേണ്ടത്? അധികാരികളാവുന്ന ആളുകൾക്ക് ജനങ്ങളോടും ഒരു അമാനത്തുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്കും ആരെയാണ് അധികാരികളാക്കേണ്ടത്, ആരെയാണ് ജനപ്രതിനിധികളാക്കേണ്ടത് എന്നതിലും ഒരു അമാനത്തുണ്ട് എന്നുള്ളതാണ്. പൗരന്മാരുടെയും പൊതുജനങ്ങളുടെയും അമാനത്തിന്റെ ഏറ്റവും നിർണായകമായ സന്ദർഭത്തിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഭരണപരമായ അധികാരങ്ങളും പദവികളും അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് കൈമാറുക എന്നതാണ് പൊതുജനങ്ങളുടെ അമാനത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം നമ്മൾ കൃത്യമായി അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരി സാഅ. അധികാരം അനർഹരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അന്ത്യദിനം പ്രതീക്ഷിക്കണം. രണ്ട് രീതിയിലാണ് നിവേദനം വന്നിട്ടുള്ളത്. ഹദീസ് രണ്ട് രീതിയിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബുഖാരിയുടെ നിവേദനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉസ്നിദൽ അംറു, ഒരു നിവേദനം അങ്ങനെയാണ്. വേറൊരു നിവേദനം ഇദാ ഉസ്നിദൽ അംറു എന്നാണ്. രണ്ടിനും ഒരേ അർത്ഥമാണ്. അധികാരം ഏൽപ്പിക്കപ്പെട്ടാൽ ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരി സാഅ, അനർഹരായ ആളുകളിലേക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അന്ത്യദിനം പ്രതീക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് ജനങ്ങളുടെ അമാനത്ത്, പൗരന്മാരുടെ അമാനത്ത് എന്ന് പറയുന്നത് അർഹരായ ആളുകളിലേക്ക് മാത്രം ജനപ്രാതിനിധ്യം, അധികാരം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ,